എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കെ എസ്. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്ത് നിന്നുള്ള 2 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ചെയ്തു നോക്കാം. ഇത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ അസൈൻമെൻറ്റായിട്ട് തന്നിരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. രമ്യയുടെ വയസ്സും സോഫിയുടെ വയസ്സിൻ്റെ 2 മടങ്ങും കൂടി കൂട്ടുമ്പോൾ 28 കിട്ടും. രമ്യയുടെ വയസ്സിൻ്റെ 4/3 ഭാഗവും സോഫിയുടെ വയസ്സിൻ്റെ 4/1 ഭാഗവും കൂട്ടുമ്പോൾ കിട്ടുന്നത് 11 എങ്കിൽ രമ്യയുടെ വയസ്സും സോഫിയുടെ വയസ്സും കണ്ടുപിടിക്കുക. ഏജ് ഓഫ് രമ്യ ആൻഡ് ഡബിൾ ദ ഏജ് ഓഫ് സോഫി ആഡഡ് ടുഗദർ ഗീവ്സ് 28. 3/4 of Ramya's age added to 1/4 of Sophie's age gives 11. Find the age of Ramya and the age of Sophie. ചോദ്യം മനസ്സിലായല്ലോ. 2 പേരുടെയും പ്രായം നമുക്ക് കണ്ടുപിടിക്കണം. അതിനായി നമുക്ക് ഏജ് ഓഫ് രമ്യയുടെ വയസ്സിനെ ഒരു എക്സ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ സോഫിയുടെ വയസ്സിന് നമുക്ക് വൈ എന്നും എടുക്കാം, അല്ലേ? നമുക്ക് 2 ചരങ്ങളുള്ള സമവാക്യങ്ങളാണ്, ഇക്വേഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏജ് ഓഫ് രമ്യ എക്സ് എന്നും ഏജ് ഓഫ് സോഫി വൈ എന്നും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏജ് ഓഫ് രമ്യ ആൻഡ് ഡബിൾ ഏജ് ഓഫ് സോഫി ടുഗദർ ഗീവ്സ് 28 എന്ന് പറയുന്നത് എന്താണ്? രമ്യയുടെ വയസ്സും സോഫിയുടെ വയസ്സിൻ്റെ ഇരട്ടിയും കൂട്ടുമ്പോൾ 28 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കാം. ഏജ് ഓഫ് രമ്യ എക്സ് ആയിട്ടും ഏജ് ഓഫ് സോഫി നമ്മൾ വൈ ആയിട്ടും എടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 2y ഡബിൾ ദ ഏജ് ഓഫ് സോഫി, സോഫിയുടെ വയസ്സിൻ്റെ ഇരട്ടി രണ്ടും കൂടി കൂട്ടുമ്പോൾ 28 കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3/4 ഓഫ് രമ്യാസ് ഏജ് ആഡഡ് ടു 1/4 ഓഫ് സോഫീസ് ഏജ് ഗീവ്സ് 11. രമ്യയുടെ വയസ്സിൻ്റെ 4/3 ഭാഗവും സോഫിയുടെ വയസ്സിൻ്റെ 4/1 കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? രമ്യയുടെ വയസ്സ് എക്സ് ആണ്, അതിൻ്റെ 4/3 പ്ലസ് വൈയുടെ 4/1 സമം 11 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്താണ്? അതിനകത്തൊരു ഫ്രാക്ഷൻ വരുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ അതിൻ്റെ 4 ആണ് അതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് ഛേദമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഭിന്നസംഖ്യ നമുക്ക് ഒന്ന് ഒഴിവാക്കി കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 ഒഴിവാക്കി കളഞ്ഞാൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ മൊത്തത്തിനെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഗുണിച്ച് കഴിയുമ്പോൾ 3x പ്ലസ് ഇവിടെ ഗുണിച്ച് കഴിയുമ്പോൾ y, ഒരു y, ശരിയല്ലേ? സമം എത്ര വന്നു? ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായി? എത്രയായി? 44. അപ്പോൾ അതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മളെടുത്തു. ഇനി ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കാം എന്താണ്. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. അതെന്താ അങ്ങനെ ചെയ്തത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈയുടെ കൂടെ വരുന്ന സംഖ്യ 2 ആണ്, ഇവിടെ വൈയുടെ കൂടെ വരുന്ന സംഖ്യ 1 ആണ്. അപ്പോൾ ഇതിനെ 2 ആക്കിയാൽ മതി, അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എക്സിൻ്റെ കൂടെ വരുന്ന സംഖ്യ 1 ആണ്, ഇവിടെ എക്സിൻ്റെ കൂടെ വരുന്ന സംഖ്യ 3 ആണ്. അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിച്ചാലും മതി, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് കിട്ടി? 6x പ്ലസ് 2y സമം 88 എന്ന് കിട്ടി. 44 ഗുണം 2 88 എന്ന് കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടെ രണ്ടിടത്തും വൈയുടെ കൂടെ വരുന്ന സംഖ്യ തുല്യമായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മൂന്നാമത്തെയാണ്, അല്ലേ? അപ്പോൾ 3ൽ നിന്ന് 1 കുറച്ച് നോക്കാം. ഒന്നാമത്തെ
സമവാക്യം കുറച്ച് നോക്കുക. അപ്പോൾ താഴെ നമുക്കത് എഴുതാം. 6x പ്ലസ് 2y സമം 88, എക്സ് പ്ലസ് 2y സമം 28. അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 6xൽ നിന്ന് 1x കുറയ്ക്കുമ്പോൾ 5x ആണ്. 88ൽ നിന്ന് 28 കുറയ്ക്കുമ്പോൾ 60 ആണ്. ശരിയല്ലേ? ഇനി അപ്പോൾ 5x എന്ന് പറയുന്ന 60 ആണെങ്കിൽ എക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 60നെ 5 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12 അല്ലെങ്കിൽ 12 എന്ന ഉത്തരം കിട്ടി. അപ്പോൾ എക്സിൻ്റെ വില 12 എന്ന് കിട്ടി. അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് y ആണ് കാണേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, ഒന്നാമത്തതിലോ രണ്ടാമത്തതിലോ മൂന്നാമത്തതിലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അതിൻ്റെ വില കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഏതിൽ കൊടുക്കാം? രണ്ടാമത്തതിലൊന്ന് കൊടുത്തു നോക്കാം. കാരണം y എവിടെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ 3 ഗുണം 12, എക്സിൻ്റെ വില എത്രയാണ്? 12. 3 ഗുണം 12 പ്ലസ് y സമം 44. 3 ഗുണം 12 36 പ്ലസ് y സമം 44 എന്ന് കിട്ടി. അതിനകത്തുനിന്ന് y സമം 44ൽ നിന്ന് 36 കുറച്ചു 8 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12 ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? രമ്യയുടെ വയസ്സാണ് അല്ലേ? അപ്പോൾ രമ്യയുടെ വയസ്സ് 12ഉം y എന്ന് പറയുന്നത് 8 ആയിട്ടാണ് കിട്ടിയത്. നമുക്ക് സോഫിയുടെ വയസ്സ് 8ഉം കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? ഇപ്പോൾ രമ്യയുടെ വയസ്സ് 12, സോഫിയുടെ വയസ്സ് 8. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2 ക്രിക്കറ്റ് ബാറ്റിനും 5 ബോളിനും കൂടി 850 രൂപ. 3 ക്രിക്കറ്റ് ബാറ്റിനും 4 ബോളിനും കൂടി 1100 രൂപ എങ്കിൽ ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ വില എത്ര? ഒരു ബോളിൻ്റെ വില എത്ര? പ്രൈസ് ഓഫ് 2 ക്രിക്കറ്റ് ബാറ്റ്സ് ആൻഡ് 5 ബോൾസ് ഈസ് 850 rupees and the price of 3 cricket bats and 4 balls is 1100 rupees. What is the price of a cricket bat? What is the price of a ball? ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് നേരെ കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട ഓരോന്നിനെയും നമുക്ക് എക്സ് വൈ എന്നെടുക്കാം. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റിൻ്റെ വിലയെ എക്സ് എന്നും ബോളിൻ്റെ വിലയെ നമുക്ക് y എന്നും എടുക്കാം. അപ്പോൾ ബാറ്റിൻ്റെ വില എക്സ്, ബോളിൻ്റെ വില y എന്നെടുത്തു. ഇനി ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഓഫ് 2 ബാറ്റ്സ് ആൻഡ് 5 ബോൾസ് ഈസ് 850. 2 ബാറ്റുകളുടെയും 5 ബോൾസിൻ്റെയും വില എന്ന് പറയുന്നത് 850 രൂപയാണ്. 2 ബാറ്റ്, ഇപ്പോൾ 2x, 5 ബോള് 5y, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 850 രൂപയാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 ബാറ്റ്സ് ആൻഡ് 4 ബോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 1100, 1100. 3 ബാറ്റും 4 ബോളും. അപ്പോൾ എന്ത് വന്നു? വളരെ ഈസി ആയിട്ട് നിങ്ങളിപ്പോൾ പറയും. എന്താ പറയുന്നത്? 3x പ്ലസ് 4y സമം 1100. ഇപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ? ഈ 2 ഇക്വേഷൻസ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എക്സിൻ്റെ കൂടെ 2ഉം ഇവിടെ എക്സിൻ്റെ കൂടെ 3ഉമാണ്. ഇവിടെ വൈയുടെ കൂടെ 5ആണ്. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ 4ആണ്. അപ്പോൾ നമുക്ക് 3നെ 2 ആക്കാനോ അല്ലെങ്കിൽ 2നെ 3 ആക്കാനോ പറ്റില്ല അല്ലേ? ആദ്യം ഗുണിച്ച പോലെ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിന് പൊതുവായിട്ടൊരു സംഖ്യയിലേക്ക് ആക്കിയാൽ പോരെ? ഇവിടെ 3ൻ്റെയും 2ൻ്റെയും പൊതുവായ ഒരു ഗുണിതത്തിലേക്ക് എത്തിച്ചാൽ മതി അല്ലേ? അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. അതുപോലെ ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചാലും 6 കിട്ടും അല്ലേ? കാരണം ഇതിന് പൊതുവായിട്ട് ഘടകങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ ഇവിടെ വരുന്ന സംഖ്യ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെയും ഇവിടെ വരുന്ന സംഖ്യ കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ആയാലും അങ്ങനെ തന്നെ 4 കൊണ്ട് ഈ ഇക്വേഷനെയും 5 കൊണ്ട് ഈ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ എക്സ് ആണ് തുല്യമാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? 6x പ്ലസ് 3 കൊണ്ടാണ് ചെയ്യുന്നത്. 15y ഈസ് ഈക്വൽ ടു 850യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2550 എന്ന് കിട്ടും. 2550 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു 2 കൊണ്ട് ചെയ്താൽ മതി, കാരണം ഇത് 6 ആയിക്കോളും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 6x പ്ലസ് 8y ഇസ് ഈക്വൽ ടു
2200 2200 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 2200 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ തേർഡ് ഇക്വേഷനിലെയും ഫോർത്ത് ഇക്വേഷനിലെയും എക്സുകൾ തുല്യമായി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3-ൽ നിന്ന് 4 കുറയ്ക്കാം അല്ലേ? വലിയ സംഖ്യകൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ 3-ൽ നിന്ന് 4 കുറയ്ക്കാം. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നാണ് നാലാമത്തെ ഇക്വേഷൻ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ താഴെ എഴുതി 6x + 15y = 2550. 6x + 8y = 2200. ഇത് തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ എക്സ് ഉള്ള ഭാഗം അങ്ങ് പോയി. അപ്പോൾ y എത്ര എണ്ണം വന്നു? 7y വന്നു അല്ലേ? 7y സമം ഇത് തമ്മിൽ കുറയ്ക്കുന്നത് എത്രയാണ്? 350 350. 7y എന്ന് പറയുന്നത് 350. അപ്പോൾ y എന്ന് പറയുന്നത് 350നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഉത്തരം നമുക്ക് 50 എന്ന ഉത്തരം കിട്ടും. 350നെ 7 കൊണ്ട് ഹരിച്ചാൽ 50 കിട്ടും. അപ്പോൾ y കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് കിട്ടിയാൽ മതി. അതിന് നിങ്ങൾ 1-ലോ 2-ലോ 3-ലോ 4-ലോ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ വില കൊടുക്കുക. അപ്പോൾ 1-ൽ കൊടുക്കാം അല്ലേ? ചെറിയ സംഖ്യകളെല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ 1-ലൊന്ന് കൊടുത്തു നോക്കാം. ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 2x + 5 × y 50 = 850 എന്ന് പറഞ്ഞാൽ 2x + 5 × 50 250 = 850 എന്ന് കിട്ടി. അപ്പോൾ 2x എന്ന് പറയുന്നത് 850-ൽ നിന്ന് 250 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. 2x 600 ആണെങ്കിൽ 1x എന്ന് പറയുന്നത് എത്രയാ? 600ൻ്റെ പകുതി. 600ൻ്റെ പകുതി എത്രയാ? 300. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 300 എന്ന് കിട്ടി. ഇനി എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ബാറ്റിൻ്റെ വിലയാണ്. വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് ഒരു ബോളിൻ്റെ വിലയാണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരു ബാറ്റിൻ്റെ വില 300 എന്നും ഒരു ബോളിൻ്റെ വില 50 എന്നും കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.